വോട്ടെടുപ്പിന് മുൻപ് ക്ഷേമ പെൻഷനുകൾ നൽകാൻ സർക്കാരിന്റെ നീക്കം. ഈ മാസത്തെ പെൻഷൻ 25-ന് ശേഷം, ഏപ്രിലേത് ഈ മാസം 31 കഴിഞ്ഞ് നൽകുമെന്നും ധനമന്ത്രിയുടെ ഓഫീസ്. വിഷു പ്രമാണിച്ചെന്ന് വിശദീകരണം. രാഷ്ട്രീയ ആയുധമാക്കാൻ UDF. മങ്കടയൊഴിച്ച എല്ലായിടത്തും ഇടതു സ്ഥാനാർത്ഥികളായി. മന്ത്രി അബ്ദുറഹ്മാന് പകരം താനൂരിൽ T. മുഹമ്മദ് സമീർ, വള്ളിക്കുന്നിൽ CP മുസ്തഫ, കാസർഗോഡ് ഷാനവാസ് പാതു. നടൻ വിവേക് ഗോപനെ അരുവിക്കരയിലിറക്കി BJPയുടെ മൂന്നാം പട്ടികയും പുറത്ത്. മങ്കടയിൽ മഞ്ഞളാംകുഴി അലിക്കെതിരെ ലീഗിന് വിമതൻ. ഒരു ദിവസം മാത്രം ശേഷിക്കെ പത്രികാ സമർപ്പണം തുടരുന്നു. പൊന്നാനിയിലെ ഇടതു ക്യാമ്പിൽ കല്ലുകടി. മണ്ഡലം പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞ TM സിദ്ദിഖ്. ആരോഗ്യ കാരണങ്ങളെന്നും ശ്രീചിത്രയിൽ ചികിത്സയുണ്ടെന്നും പാർട്ടിയുടെ വിശദീകരണം. പൊന്നാനിയിൽ MK സക്കീറിനെ സ്ഥാനാർത്ഥിയാക്കിയത് സിദ്ദിഖിനെ തഴഞ്ഞ്. കഴിഞ്ഞ തവണയും സിദ്ദിഖിനെ തള്ളിയത് അവസാന നിമിഷം. %100 കോൺഗ്രസുകാരനായി തുടരുമെന്ന് പ്രഖ്യാപിച്ച് റിയാസ് മുക്കോളി. പട്ടാമ്പിക്കാർക്ക് നൽകിയ വാക്ക് പാലിച്ചു. വിമതനായ ഷാഫി പട്ടാമ്പിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. സ്ഥാനാർത്ഥിയാക്കാൻ CPM-കാർ ബന്ധപ്പെട്ടിരുന്നുവെന്നും റിയാസ്. സീറ്റ് കിട്ടാത്തവരെ അനുനയിപ്പിച്ച് VD സതീശൻ. എല്ലാവർക്കും സർക്കാരിൽ സുപ്രധാന പദവി നൽകുമെന്ന് KC വേണുഗോപാൽ. പത്രികാ സമർപ്പണത്തിനെത്തിയപ്പോൾ മുഖാമുഖം കണ്ട് G. സുധാകരനും H. സലാമും. കൈകൊടുത്തു, ഒന്നും മിണ്ടിയില്ല. സുധാകരനെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ശരിവെച്ച് ജില്ലാ സെക്രട്ടറി R. നാസർ. നീതിമാനായ സുധാകരൻ കള്ളം പറയില്ലെന്ന് VD സതീശൻ. തിരുവനന്തപുരത്തുകാരായ കുടുംബം എറണാകുളത്ത് ജീവനൊടുക്കിയത് കുടുംബ പ്രശ്നം മൂലം. മരിച്ച സ്ത്രീയുടെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് പങ്കെന്ന് പോലീസ്. വടുതലയിലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് 2 സ്ത്രീകളെയും 3 കുട്ടികളെയും. ഇറാനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നത് പരിഗണനയിലെന്ന ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക ലക്ഷ്യത്തിനരികിലെത്തി. US-ന് സൈനിക താവളം ഇട്ടു നൽകിയ ബ്രിട്ടന് ഇറാന്റെ ഭീഷണി. സ്വന്തം പൗരന്മാരുടെ ജീവൻ ബ്രിട്ടൻ അപകടത്തിലാക്കുകയാണെന്ന് മുന്നറിയിപ്പ്.